ഹായ് ഓൾ. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AWS EC2ൻ്റെ അകത്തിരിക്കുന്ന കോസ്റ്റ് ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പം അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്നത് ഇപ്പം കാണിച്ചിരിക്കുന്നത് AWS വെൽ ആർക്കിടെക്റ്റഡ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ട് AWSന് ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്. ആ ഫ്രെയിംവർക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗുഡ് സൊല്യൂഷൻ്റെ അകത്തും AWSൻ്റെ അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെ അകത്തിരിക്കുന്ന സൊല്യൂഷൻസിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ഡിസൈൻ പ്രിൻസിപ്പിൾസ് പോലെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം പറയുന്ന അല്ലെങ്കിൽ അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരുന്ന AWS തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്രെയിംവർക്കാണ് AWS വെൽ ആർക്കിടെക്ചർ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ആ വെൽ ആർക്കിടെക്ചർ ഫ്രെയിംവർക്കിൻ്റെ അകത്ത് ബേസിക്കലി 6 പില്ലേഴ്സ് ആണ് ഉള്ളത്. അതായത് ഓരോരോ ആപ്ലിക്കേഷനും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അതൊരു ഗുഡ് സൊല്യൂഷൻ ആയിരിക്കും എന്നുള്ള രീതിയിലിരിക്കുന്ന അതിനെ താങ്ങി നിർത്തുന്ന 6 പില്ലേഴ്സാണ്. അപ്പം ആ 6 പില്ലേഴ്സാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്തിരിക്കുന്ന ഒരു പില്ലറാണ് കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇത് കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് ഈ ഫ്രെയിംവർക്കിൻ്റെ അകത്തൊരു പില്ലറായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമ്മളുടെ സോഫ്റ്റ്വെയറിൻ്റെ സക്സസ് എന്ന് പറയുന്നത് AWSൻ്റെ അകത്ത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അതിൻ്റെ ബിസിനസ് വാല്യൂ അല്ലെങ്കിൽ അതിന് എത്ര ബിസിനസ് ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പം കോസ്റ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ റവന്യൂ കാര്യങ്ങളെല്ലാം ഡിഫറൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് എത്രത്തോളം കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നോ അത്രത്തോളം കോസ്റ്റ് കുറച്ചിട്ടായിരിക്കണം നമ്മളുടെ ക്ലൗഡ് സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബേസിക്കലി നിങ്ങൾക്ക് അറിയാം അല്ലേ, ഓപ്പറേഷണൽ എക്സ്പെൻസ് എന്ന് പറയുന്നതാണ് ക്ലൗഡിൻ്റെ അകത്തിരിക്കുന്ന കാര്യം. അപ്പം ഈ കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ AWSൻ്റെ ക്ലൗഡിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഫൗണ്ടേഷണൽ നോളജ് ആയിട്ട് തന്നെ കോസ്റ്റ് ഒപ്റ്റിമൈസേഷനെ നമുക്ക് കണക്കാക്കാം. ഇതൊരു ഫൗണ്ടേഷൻ നോളജ് ആയതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു ക്ലൗഡ് പ്രാക്ടീഷണർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ അകത്തും കുറേ ക്വസ്റ്റ്യൻസ് ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം അത് ഫൗണ്ടേഷണൽ നോളജ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ഒപ്റ്റിമൈസേഷനെ പറ്റിയിട്ടാണ്. അപ്പം ജനറലി നമുക്ക് 2 തരത്തിലിരിക്കുന്ന കോസ്റ്റ് സേവിങ്സ് നമുക്ക് പറയാം. ഒന്നെന്ന് പറയുന്നത് ഗുഡ് സേവിങ്സും ഒന്നെന്ന് പറയുന്നത് ബാഡ് സേവിങ്സും ആണ്. ബാഡ് സേവിങ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ലാസ്റ്റ് ചാപ്റ്ററിൽ EC2 ഇൻസ്റ്റൻസ് ടൈപ്പിനെ പറ്റി പഠിച്ചിരുന്നു അല്ലേ. നമുക്ക് ഓരോരോ ഇൻസ്റ്റൻസ് ടൈപ്പിനും ഓരോരോ കോസ്റ്റ് ആണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം നിങ്ങൾക്ക് വേണമെന്ന് അതിൻ്റെ പവർ അനുസരിച്ച് പെർഫോമൻസിനനുസരിച്ചിട്ട് റാമിനനുസരിച്ചിട്ടൊക്കെ ഡിഫറൻസ് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ M5 എക്സ് ലാർജ് ഇൻസ്റ്റൻസ് ചൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ M5 ലാർജ് ഇൻസ്റ്റൻസ് ടൈപ്പ് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോസ്റ്റ് കട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു കോസ്റ്റ് കട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആക്ച്വലി നിങ്ങളുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു കസ്റ്റമർക്ക് സീംലെസ് ആയിട്ടിരിക്കുന്ന ഒരു ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ M5 എക്സ് ലാർജ് തന്നെ ചിലപ്പോൾ വേണ്ടി വരും. അത്രയും പെർഫോമൻസ് ഉള്ള ഒരു ഇൻസ്റ്റൻസ് ടൈപ്പ് തന്നെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റൻസ് ടൈപ്പ് വേണ്ടിയിട്ടും നിങ്ങൾ കോസ്റ്റ് ലാഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ M5 ലാർജിലോട്ട് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കസ്റ്റമറിൻ്റെ എക്സ്പീരിയൻസിനെ ബാധിക്കും, അല്ല എൻഡ് യൂസറിൻ്റെ എക്സ്പീരിയൻസിനെ ബാധിക്കും. അപ്പോൾ ആ എൻഡ് യൂസറിൻ്റെ എക്സ്പീരിയൻസിനെയൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരിക്കലും ഒരു ഗുഡ് സേവിങ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാഡ് സേവിങ്സ് ആണ്. അപ്പോൾ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ AWSൻ്റെ അകത്ത് കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിനെതിരെ വളരെ ബ്ലൈൻഡ് ആയിട്ട് കസ്റ്റമർ എക്സ്പീരിയൻസിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ നമ്മൾ കോസ്റ്റ് കട്ടിങ് ചെയ്യുന്നതിനല്ല കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് S3ക്കകത്ത് കുറച്ച് ഡാറ്റ ഉണ്ടായിരുന്നു. ആ S3ക്കകത്തിരിക്കുന്ന ഡാറ്റയെല്ലാം അടിച്ച് കളഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് ലാഭിക്കാൻ പറ്റും. പക്ഷെ അതെന്ത് സംഭവിക്കും, ഇപ്പം 2022 കാലങ്ങളുടെ എല്ലാം അങ്ങനെ ഒരു സാധനങ്ങളെല്ലാം നടന്നിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം AI കാലമാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പം നമ്മളുടെ ഡാറ്റ അടിച്ച് കളയുന്നതോട് കൂടി നമുക്ക് ഫ്യൂച്ചറിൽ ഇന്നോവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് അല്ലേ. അപ്പം ഈ രീതികളിലൊക്കെ ഇരിക്കുന്ന നമ്മളുടെ ഫ്യൂച്ചറിൽ ഇന്നോവേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കളയുക, ഈ കസ്റ്റമർ എക്സ്പീരിയൻസിനെ ബാഡ് ആയിട്ട് രീതിക്ക് കോസ്റ്റ് കട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കോസ്റ്റ് സേവിങ്സിനെല്ലാം നമുക്ക് ബാഡ് സേവിങ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല കോസ്റ്റ് സേവ് ചെയ്യേണ്ടത്. നമുക്ക് വേറെയും ഓപ്പർച്യൂണിറ്റീസ് വേറെ പല രീതികളിലും നമ്മളുടെ വർക്ക് ലോഡിനനുസരിച്ചിട്ടും ആപ്ലിക്കേഷൻ്റെ വർക്ക് ലോഡിനനുസരിച്ചിട്ടും ആപ്ലിക്കേഷൻ്റെ യൂസേജ് പാറ്റേൺസിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് പല രീതികളിൽ കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള
ഓപ്പർച്യൂണിറ്റി AWS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്തിരിക്കുന്ന ഒരു കാര്യമായിരുന്നു നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നത്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻസ്റ്റൻസ് ടൈപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം നിങ്ങളുടെ വർക്ക് ലോഡ്, ആപ്ലിക്കേഷൻ്റെ വർക്ക് ലോഡ് എത്രയാണോ അതിനനുസരിച്ചിട്ടിരിക്കുന്ന ഒരു EC2 ഇൻസ്റ്റൻസ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടിരിക്കുന്ന ഒരു EC2 ഇൻസ്റ്റൻസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു കോസ്റ്റ് സേവിങ് പോസിബിൾ ആണ്. പക്ഷെ അത് എന്ന് പറയുന്നത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളെ എൻഡ് യൂസറിൻ്റെ എക്സ്പീരിയൻസിനെ ബാധിക്കാത്ത രീതിയിൽ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു രീതിയിൽ ഇരിക്കുന്ന കോസ്റ്റ് ഒപ്റ്റിമൈസേഷനും കൂടി പോസിബിൾ ആണ്. അതെന്ന് പറയുന്നത് EC2 പർച്ചേസിങ് ഓപ്ഷൻ ആണ്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ EC2 ഇൻസ്റ്റൻസ്, നമ്മളുടെ വിർച്വൽ കമ്പ്യൂട്ടർ ഏത് രീതികളിലാണ് യൂസ് ചെയ്യുന്നത് എന്നതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് AWS നമുക്ക് ഡിഫറെൻറ്റ് രീതികളിലിരിക്കുന്ന പർച്ചേസിങ് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു EC2 ഇൻസ്റ്റൻസ് നിങ്ങൾക്കൊരു ദിവസം 24 മണിക്കൂറും ഓടിച്ചിടേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാം. ഈ പറഞ്ഞിരിക്കുന്ന നെക്സ്റ്റ് 1 ഇയറിൽ ഞാൻ 24 മണിക്കൂറും എൻ്റെ EC2 ഇൻസ്റ്റൻസ് ഓടണം. മേ ബി നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു ഡാറ്റാബേസ് ആയിരിക്കും ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ചിലപ്പോൾ ഒരു വെബ് ആപ്ലിക്കേഷൻ ആയിരിക്കും ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ 24 മണിക്കൂറും ഓടേണ്ടതുണ്ട്, അപ്പായിരിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ EC2 ഇൻസ്റ്റൻസ് ആ 24 മണിക്കൂറും സ്റ്റാർട്ടിങ് സ്റ്റേറ്റിൽ ഇടണം അല്ലേ. അപ്പം അതാണ് ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ EC2 ഇൻസ്റ്റൻസിൻ്റെ യൂസേജ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇനിയിപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം. അതായത് ഈ ആപ്ലിക്കേഷൻ ഞാൻ ഇങ്ങനെ തന്നെ നെക്സ്റ്റ് 1 ഇയർ കണ്ടിന്യൂ ചെയ്യും എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്കുണ്ടെങ്കിൽ ഇതിനെല്ലാം രീതിയിൽ പല പല രീതികളിലിരിക്കുന്ന പർച്ചേസിങ് ഓപ്ഷൻസ് നമുക്ക് AWS പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഡിഫറെൻറ്റ് രീതികളിൽ അവർ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസസ്, സേവിങ്സ് പ്ലാന്, സ്പോട്ട് ഇൻസ്റ്റൻസ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റ് ആൻഡ് ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസസ് എന്ന് പറയുന്ന സാധനം, റിസർവ്ഡ് ഇൻസ്റ്റൻസസ്, മേ ബി സേവിങ്സ് പ്ലാനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന സാധനമാണ് കപ്പാസിറ്റി റിസർവേഷൻസ് എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ 7ഓളം രീതികളിൽ നമ്മളുടെ യൂസേജ് പ്ലാൻസിനനുസരിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി AWS EC2ൻ്റെ അകത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ വീഡിയോയിലും അല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന 2-3 വീഡിയോകളിലും ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ബേസിക്കലി AWSൻ്റെ തന്നെ ഒരു റീഇൻവെൻറ്റ് വീഡിയോയിൽ 2023 ഒരു റീഇൻവെൻറ്റ് വീഡിയോയിലാണ് അവർ പറയുന്നുണ്ട് 2013 തൊട്ട് ഈ സ്പോട്ട് ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ഒരു പർച്ചേസിങ് ഓപ്ഷൻ, സ്പോട്ട് ഇൻസ്റ്റൻസ് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. പക്ഷേ അത് പഠിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു പർപ്പസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ബേസിക്കലി നമ്മൾ ഒരു പർപ്പസ് ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതൊരു ഫൗണ്ടേഷൻ നോളജ് ആണ്. കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ അത് നിങ്ങൾക്ക് ക്ലൗഡ് പ്രാക്ടീഷണർ എക്സാമിൻ്റെ അകത്തും വളരെ ക്വസ്റ്റ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ബിസിനസ് വാല്യൂ എന്ന് പറയുന്ന ഒരു പർപ്പസിലോട്ട് പോവുകയാണെങ്കിൽ 2013 തൊട്ടിട്ട് ഈ പറഞ്ഞിരിക്കുന്ന AWSൻ്റെ യൂസേഴ്സ് സ്പോട്ട് ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത് വഴി ഏകദേശം അവർക്കൊരു $10 മില്യൺ എങ്കിലും സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ 2019 സേവിങ്സ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന പർച്ചേസിങ് ഓപ്ഷൻ EC2ൽ വന്നത്. 2019 തൊട്ടിട്ട് ഏകദേശം $30 ബില്യൺ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആണ് അല്ലേ. 1 ബില്യൺ എന്ന് പറയുന്നത് തന്നെ 100 കോടിയോളമാണ്, അതിൻ്റെ ഡോളറാണ്. അപ്പം അത്രയും പൈസ ഈ പറഞ്ഞിരിക്കുന്ന സേവിങ്സ് പ്ലാൻസുകൾ യൂസ് ചെയ്തിട്ട് അവർക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ട് അതൊരു ബിഗ് എമൗണ്ട് ഓഫ് മണിയാണ് അല്ലേ. അപ്പം ഇത്രയും ബിഗ് എമൗണ്ട് ഓഫ് മണി സേവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടെങ്കിൽ നമ്മളത് എന്തായാലും യൂട്ടിലൈസ് ചെയ്തിരിക്കണം. അത് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഗുഡ് ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഈ വീഡിയോൻ്റെ അകത്ത് നമുക്ക് ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസിനെ പറ്റിയിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. നെക്സ്റ്റ് വീഡിയോസിൻ്റെ അകത്ത് നമുക്ക് ഓരോരോ പർച്ചേസിങ് ഓപ്ഷൻസിനെ വെച്ചിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾ ഫെമിലിയർ ആണ്. അതായത് നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത് അല്ലെങ്കിൽ നമ്മൾ കൺസോളിൻ്റെ അകത്ത് ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ EC2 ഇൻസ്റ്റൻസുകളും ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസുകളാണ്. ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. അപ്പം നിങ്ങൾ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ടോ ആ പറഞ്ഞിരിക്കുന്ന യൂസേജിനുള്ള പൈസ കൊടുക്കുക. ഇതാണ് ഓൺ ഡിമാൻഡ്. നിങ്ങളുടെ ഡിമാൻഡിനനുസരിച്ച് സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യാം, അതിനനുസരിച്ചിട്ടുള്ള പൈസ കൊടുക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങളെയാണ് ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസസ് എന്ന് പറയുന്നത്. ഇത് വളരെ ബേസിക് ആയിട്ടിരിക്കുന്ന, സ്റ്റാൻഡേർഡ് ആയിട്ടിരിക്കുന്ന ഒരു പർച്ചേസിങ് ഓപ്ഷനാണ്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് അല്ലേ. നിങ്ങൾ എത്രത്തോളം ഉപയോഗിക്കുന്നോ അത്രത്തോളം പൈസ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കാര്യമാണ്. നമ്മളത് ഓൾറെഡി EC2 കൺസോളിൻ്റെ അകത്തെല്ലാം നമ്മൾ
ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻസ്റ്റൻസുകളും ഇതുവരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റൻസുകളെല്ലാം ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസുകളാണ്. അതിൻ്റെ ബില്ലിംഗ് പാറ്റേൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസിൻ്റെ അകത്ത് പ്രൈസിങ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഫ്ലെക്സിബിൾ ആണ് അല്ലേ. നമുക്ക് ആവശ്യമുള്ളപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ളപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. ആ പറഞ്ഞിരിക്കുന്ന സാധനത്തിൻ്റെ അകത്ത് എത്രത്തോളം പൈസ വന്നോ അത് കൊടുക്കുക എന്നുള്ളത്. പേ ആസ് ഗോ എന്ന് പറഞ്ഞിരിക്കുന്ന മോഡലിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസുകൾ വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടിരിക്കുന്ന ഒരു ബില്ലിംഗ് പാറ്റേൺ ആണ്. അതിൻ്റെ അകത്ത് നോർമലി വേറെ പർച്ചേസിങ് ഓപ്ഷൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ അല്ലെ, സ്പോട്ട് സേവിങ്സ് പ്ലാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ഇൻസ്റ്റൻസുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസ് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. കുറച്ചും കൂടെ പൈസ നമുക്ക് കൊടുക്കണം. എത്രത്തോളം പൈസ ഡിഫറൻസ് വരുന്നുണ്ട്, ഓൾറെഡി ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസുകളുടെ പൈസ നിങ്ങൾ ഓൾറെഡി കണ്ടിരുന്നു അല്ലെ. നമ്മളൊരു AWSന്റെ പേജിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മൾ ലോഞ്ച് ഇൻസ്റ്റൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കാണിച്ചിരിക്കുന്ന എല്ലാം ഓൺ ഡിമാൻഡ് ആയ ഇൻസ്റ്റൻസുകളുടെ പ്രൈസുകളാണ് നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത്. അതായത് ഇന്ന ഹവറിന് ഇത്ര എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് അല്ലെ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ വേറെ പർച്ചേസിങ് ഓപ്ഷൻസിൻ്റെ അകത്ത് അത് കമ്പാരിറ്റീവ്ലി ലെസ് ആയിരിക്കും. ഓൺ ഡിമാൻഡിൻ്റെ അകത്ത് കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി കൂടുതൽ, അതായത് സ്പോട്ട് സേവിങ്സ് പ്ലാൻസ് എന്നൊക്കെ പറഞ്ഞു വരുന്ന സാധനങ്ങളുമായിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം എത്രത്തോളം ഡിഫറൻസ് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ. എനിവേ ഇത് ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. സ്വാഭാവികമായിട്ടും അതിനൊരു കൂടുതൽ പ്രൈസ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള വർക്ക് ലോഡുകളൊക്കെ ആണെങ്കിൽ ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസുകളാണ് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിട്ടിരിക്കുന്ന കാര്യം. അതായത് നമ്മളിപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരു EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാണ്. അതെന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ന് 2 മണിക്കൂർ യൂസ് ചെയ്തു, ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കൂർ യൂസ് ചെയ്യുന്നു, നാളെ ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല, മറ്റന്നാളായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഡെവലപ്മെൻറ്റ് അങ്ങനെയാണല്ലോ അല്ലേ. നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ EC2 ഇൻസ്റ്റൻസുകൾ ഇതാക്കുന്നത്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ അതായത് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടിരിക്കുന്ന അൺപ്രഡിക്റ്റബിൾ ആയിട്ടിരിക്കുന്ന ഒരു വർക്ക് ലോഡൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത് ഈ ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസ് ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു വർക്ക് ലോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് 24 അവർ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വർക്ക് ലോഡ് ആയിരിക്കും അല്ലേ. പക്ഷേങ്കിൽ അതല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടിരിക്കുന്ന ഒരു വർക്ക് ലോഡൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത് ഇതേപോലെ ഇരിക്കുന്ന ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസുകൾ വർക്ക് ചെയ്യുന്നത് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസ്. അത് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോൻ്റെ അകത്ത് നമുക്ക് സേവിങ്സ് പ്ലാൻസ് എന്ന് പറയുന്ന പർച്ചേസിങ് ഓപ്ഷൻസും അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം പഠിക്കാം. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.